ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ബിസിനസ് എക്സലൻസ് മോഡല് ഇതിൽ നമ്മൾ പഠിക്കാൻ പോണ ഒരു മോഡൽ ഉണ്ട്. ഫസ്റ്റ് ബിസിനസ് എക്സലൻസ് മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക് എന്താണ് ബിസിനസ് എക്സലൻസ്. ഞാൻ അതിൽ കുറച്ച് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഒക്കെ എഴുതി എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാം. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇത് എഴുതിക്കോ. ഇത് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എപ്പോഴും എഴുതേണ്ടി വരുന്ന സാധനമാണ്. വാട്ടസ് എന്തെങ്കിലും എഴുതേണ്ടി വരില്ലേ, അപ്പൊ അത് ആദ്യം എഴുതിക്കോ. എന്നിട്ട് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരും. അപ്പൊ നോക്കിയോ, ബിസിനസ് എക്സലൻസ് മോഡൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫിലോസഫി. TQM എന്നൊക്കെ പറയുന്നത് ഫിലോസഫിയാണ്. TQM അത് നമ്മൾ പക്ഷെ നമ്മുടെ നോട്ടിൽ എഴുതിയിട്ടില്ല. TQM ഫിലോസഫിയാണ്. TPM എന്നൊക്കെ പറയുന്നത് പക്ഷെ ഫിലോസഫി അല്ല, ഇറ്റ് ഇസ് എ പ്രോഗ്രാം ആണ്. കണ്ടിന്യൂസ് പ്രോഗ്രാം ആണ്, പക്ഷെ ഒരു പ്രോഗ്രാം ആണ്. TQM എന്ന് പറയുന്നത് പക്ഷെ ഒരു ഫിലോസഫിയാണ്, തത്വം എന്നൊക്കെ പറയില്ല, അതേപോലത്തെ സംഭവം. അതേപോലെ ഈ ബിസിനസ് എക്സലൻസ് മോഡൽ എന്ന് പറയുന്നത് ഒരു ഫിലോസഫിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ബിസിനസ് എക്സലൻസ് മോഡൽ ഇസ് എ ഫിലോസഫി. വാട്ട് ഇറ്റ് ഡസ്, എന്താണ് അതിന്റെ, ഇതിങ്ങനെയൊന്നും എഴുതണ്ട, വേണമെങ്കിൽ എഴുതിയെടുത്തോ. ഞാനിതിനെ നമ്മുടെ ഡെഫിനിഷനെ സ്പ്ലിറ്റ് ചെയ്തെടുത്തേക്കണമെന്നേ ഉള്ളൂ. ഇത് ശരിക്കും ഒറ്റ ഡെഫിനിഷൻ ആണ്. സോ വാട്ട് ഇറ്റ് ഡസ്, എന്താണ് ബിസിനസ് എക്സലൻസ് മോഡൽ ചെയ്യണത്? It is a philosophy for developing and strengthening the management systems and process of an organization. So ഇത് ചെയ്യണത് എന്താണ്? മാനേജ്മെന്റ് സിസ്റ്റവും പ്രോസസ്സും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഓർഗനൈസേഷനിലുള്ള പ്രോസസ്സ്, അതേപോലെ അവരുടെ മാനേജ്മെന്റ് സിസ്റ്റംസ് അത് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് എക്സലൻസ് മോഡൽ ഉപയോഗിക്കുന്നത്. അവരുടെ പ്രോസസ്സ് ഇംപ്രൂവ് ചെയ്യുക, അവരുടെ മാനേജ്മെന്റ് സിസ്റ്റംസ് ഇംപ്രൂവ് ചെയ്യുക, അവരുടെ സ്ട്രാറ്റജി, പ്ലാൻസ്, ഒബ്ജക്റ്റീവ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യണ ആ ഒരു പോളിസീസ് ഒക്കെ ഇല്ലേ, ആ പ്രൊസീജിയേഴ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇംപ്രൂവ് ചെയ്യുക. അതാണ് ബിസിനസ് എക്സലൻസ് മോഡൽ കൊണ്ടുള്ള ഉദ്ദേശം. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഫിലോസഫി ഫോർ ഡെവലപ്പിംഗ് ആൻഡ് സ്ട്രെങ്തനിങ് ദി മാനേജ്മെന്റ് സിസ്റ്റം ആൻഡ് പ്രോസസ്. ഇതൊന്നും നമ്മൾ ഓർത്തില്ലെങ്കിലും നമ്മൾ ഇംപ്രൂവിംഗ് എന്ന് എഴുതിയാലും മതി. നമുക്ക് ഡിഫൈൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ക്വസ്റ്റ്യൻ വരില്ല. അപ്പൊ അതുകൊണ്ട് ആ സെയിം വേർഡ്സ് യൂസ് ചെയ്യണം എന്ന് ഒരു കാര്യമില്ല. എന്താന്ന് മനസ്സിലാക്കി വെക്കുക. സോ ബിസിനസ് എക്സലൻസ് മോഡൽ എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ഇംപ്രൂവ്സ് ദ മാനേജ്മെന്റ് സിസ്റ്റം ആൻഡ് പ്രോസസ്. എന്തിനു വേണ്ടി? ടു ഇംപ്രൂവ് ദ പെർഫോമൻസ് ആൻഡ് ക്രിയേറ്റ് വാല്യൂ ഫോർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഒരു മിനിറ്റ്, ആദ്യം മൈക്ക് ഓണാവോ? ഓക്കെ, അപ്പോൾ ബിസിനസ് എക്സലൻസ് മോഡൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ബെനിഫിറ്റ്? ഇറ്റ് ഇംപ്രൂവ്സ് പെർഫോമൻസ്, ഓർഗനൈസേഷന്റെ പെർഫോമൻസ് കൂടും. ആൻഡ് ക്രിയേറ്റ് വാല്യൂ ഫോർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഓർഗനൈസേഷനായിട്ട് റിലേറ്റ് ആയിട്ട് നിൽക്കുന്ന എല്ലാവരുടെയും വാല്യൂ കൂടും. ക്രിയേറ്റ് വാല്യൂ, അവർക്ക് എല്ലാവർക്കും കൂടുതൽ വാല്യൂ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ആസ് ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, സോ ബേസിക്കലി എന്താണ് ബിസിനസ് എക്സലൻസ് മോഡൽ? ഇംപ്രൂവ് പെർഫോമൻസ് ആൻഡ് ക്രിയേറ്റ് വാല്യൂ ഫോർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഹൗ it helps? This is a philosophy for developing and strengthening the management system and process. കമ്പനിയുടെ പ്രോസസ്സ്, മാനേജ്മെന്റ് സിസ്റ്റം അതൊക്കെ ഇംപ്രൂവ് ചെയ്യാനാണ്. ഇനി ഈ ഡെഫിനിഷൻ നമ്മൾ ഇപ്പൊ നോക്കുമ്പോൾ നമ്മൾ ഇത് കാണാതെ പഠിക്കുന്ന പോലെയാണ്. കുറച്ചങ്ങോട്ട് താഴത്തേക്ക് പോയി ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഡെഫിനിഷൻ പോലെയൊക്കെ കിട്ടും. ഇനി അതൊക്കെ എഴുതിയാലും മതി എക്സാമിന് കറക്റ്റ് വേർഡ്സ് കിട്ടിയില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ ബിസിനസ് എക്സലൻസ് മോഡൽസിന്റെ ഫോക്കസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ഫോക്കസ് ഓഫ് ബിസിനസ് എക്സലൻസ് മോഡൽ. എടാ ചുരുക്കി പറഞ്ഞാലേ, ഈ ബിസിനസ് എക്സലൻസ് മോഡൽ എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് കൂട്ടണം. അപ്പൊ അത് നമ്മൾ എങ്ങനെ കൂട്ടും? അതിന് നമുക്ക് ഇപ്പോഴത്തെ പെർഫോമൻസ് മെഷർ ചെയ്യണം, ഇപ്പോഴത്തെ പ്രോസസ് ഒക്കെ മെഷർ ചെയ്യണം, അത് അസസ് ചെയ്യണം, എന്നിട്ട് ഇംപ്രൂവ്മെന്റ് സ്ട്രാറ്റജീസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ അതിനൊരു ഫ്രെയിം വർക്ക് വേണം. നമ്മൾ എങ്ങനെ, എവിടെ നിന്ന് തുടങ്ങും, എന്ത് ചെയ്യും, അതൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറെ ഫ്രെയിം വർക്ക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോണത്. ഹൗ ക്യാൻ വി ഡു ദാറ്റ്? അപ്പൊ ഈ ബിസിനസ് എക്സലൻസ് മോഡൽ എന്ന് പറയുന്ന സാധനമല്ല നമ്മൾ പഠിക്കാൻ പോണത്. വേറെ വേറെ ബിസിനസ് എക്സലൻസ് മോഡൽസ് ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് ഓർഗനൈസേഷൻസ് ആവാം, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യണ റിസർച്ച് ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ അങ്ങനെ ഈ മാനേജ്മെന്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ഓർഗനൈസേഷൻസ് അതിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മതി. അങ്ങനത്തെ ഫ്രെയിം വർക്ക്സ് നമ്മൾ ഒരെണ്ണമാണ് ഇപ്പൊ പഠിക്കാൻ പോണത്. ഓക്കെ, അപ്പൊ അതിന് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ബിസിനസ് എക്സലൻസ് മോഡൽ എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് ബിസിനസ് എക്സലൻസ് മോഡൽ എന്ന് പറഞ്ഞു പോയി നമുക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കുറെ ബിസിനസ് എക്സലൻസ് മോഡൽസ് ഉണ്ടാവും, അതിൽ ഒരെണ്ണമാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഓക്കെ, അപ്പൊ അത് ഏതാന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പക്ഷെ ഇപ്പൊ പറഞ്ഞ ഡെഫിനിഷൻ എന്നൊക്കെ പറയണത്
വാട്ട് ജനറൽ ആയിട്ട് എന്താണ് ബിസിനസ് എക്സലൻസ് മോഡൽ എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ ബിസിനസ്സിന് എക്സലന്റ് ആവണം, അത് ചെയ്യണ കാര്യത്തിൽ അതിന് ടോപ്പ് ആവണം, അതിനുവേണ്ടി അതിന്റെ പെർഫോമൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യണം, അതിന്റെ പ്രോസസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യണം, അതിന് ഉപയോഗിക്കുന്ന ഒരു ഫിലോസഫിയാണ് ബിസിനസ് എക്സലൻസ് മോഡൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ വാട്ട് ഇസ് ദ ഫോക്കസ് ഓഫ് ബിസിനസ് എക്സലൻസ് മോഡൽ? ഇത് നമ്മൾ എല്ലാ TQM-ലും എല്ലാത്തിലൊക്കെ പറയുന്ന പോലത്തെ സാധനം തന്നെയാണ്, പ്രത്യേകിച്ച് കാണാതെ പഠിക്കാനൊന്നും ഇല്ല. ഓപ്പറേഷന്റെ എഫിഷ്യൻസി കൂട്ടുക, ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻ, മിനിമൈസ് വേസ്റ്റ്, ഇൻക്രീസ് ദ എംപ്ലോയി മൊറൈൽ, അച്ചീവ് എക്സലൻസ് ഇൻ എവറിത്തിങ് ദാറ്റ് ദി ഓർഗനൈസേഷൻ ഡസ്. നമ്മൾ TQM-ലൊക്കെ പറയില്ലേ, എല്ലാത്തിലും ക്വാളിറ്റി കൊണ്ടുവരിക എന്ന് പറയുന്ന പോലെ എല്ലാത്തിലും total quality management. So we are focusing on quality, whatever in all process. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സിലും എല്ലാ സർവീസിലും ക്വാളിറ്റി കൊണ്ടുവരിക, അതാണ് TQM. അതേപോലെ ബിസിനസ് എക്സലൻസ് മോഡൽ, അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന സെയിം ഇതേപോലെ തന്നെ വാട്ട് എവർ ദ ഓർഗനൈസേഷൻ ഡസ് അച്ചീവ് എക്സലൻസ് ഇൻ ദാറ്റ്, എല്ലാത്തിലും എക്സലൻസ് കൊണ്ടുവരിക, അതാണ് നമ്മളുടെ ഫോക്കസ്. എല്ലാത്തിലും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ജസ്റ്റ് എഴുതി വെച്ചേക്കാണ്. എല്ലാത്തിലും എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്, അതിൽ ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾ എഴുതി വെച്ചേക്കാണ്. ലീഡർഷിപ്പില്, ബിസിനസ് എടുക്കുന്ന സ്ട്രാറ്റജിയില്, നമ്മളുടെ കസ്റ്റമർ ഫോക്കസിൽ, നമ്മുടെ ഇൻഫർമേഷൻ മാനേജ്മെന്റിൽ, നമ്മുടെ എംപ്ലോയീസിൽ, നമ്മുടെ പ്രോസസ്സിൽ, അങ്ങനെ കമ്പനിയിലുള്ള എവറിത്തിങ് ഇൻ ഓൾ ആസ്പെക്ട്സ് വി ആർ ട്രൈങ് ടു അച്ചീവ് എക്സലൻസ്. അതാണ് ബിസിനസ് എക്സലൻസ് മോഡലിന്റെ ഫോക്കസ്. ബാക്കിയുള്ളത് നമ്മളെല്ലാം ജനറൽ ആയിട്ട് എഴുതണ പോലെയാണ്. പ്രോസസ് ഇംപ്രൂവ് ചെയ്യുമ്പോൾ എഫിഷ്യൻസി കൂടും, വേസ്റ്റ് റെഡ്യൂസ് ചെയ്യും, എംപ്ലോയി മൊറൈൽ കൂടും, അതൊക്കെ എല്ലാം ജനറലാണ്. ഓക്കെ, ശരി. അപ്പോൾ കുറെ ബിസിനസ് എക്സലൻസ് മോഡൽ ഉണ്ട്. അതിൽ കോമൺ ആയിട്ടുള്ള രണ്ടെണ്ണം എന്ന് പറയുന്നത്, എപ്പോഴും കൂടുതൽ യൂസ് ചെയ്യുന്ന രണ്ടെണ്ണമാണ് EFQM എക്സലൻസ് മോഡൽ. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്, EFQM എക്സലൻസ് മോഡൽ. യൂറോപ്യൻ ഫൗണ്ടേഷൻ ഫോർ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നാണ്. അത് നമുക്ക് ഇവിടെ താഴെ ഉണ്ട്, ഞാൻ താഴെ വരുമ്പോൾ എഴുതിക്കുക അതൊക്കെ. യൂറോപ്യൻ ഫൗണ്ടേഷൻ, അപ്പൊ യൂറോപ്യൻ, ഇത് ഒരു ഓർഗനൈസേഷൻ ആണ്, യൂറോപ്യൻ ഫൗണ്ടേഷൻ ഫോർ ക്വാളിറ്റി മാനേജ്മെന്റ്, ICAI എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഓർഗനൈസേഷൻ ആണ് EFQM. അവർ ഡെവലപ്പ് ചെയ്തേക്കുന്ന മോഡലാണ് EFQM എക്സലൻസ് മോഡൽ. ഓക്കെ, ഇതേപോലെ ജപ്പാന്റെ ഉണ്ട്, ജപ്പാൻ ക്വാളിറ്റി അവാർഡ് മോഡൽ. ഓസ്ട്രേലിയന്റെ ഉണ്ട്, ഓസ്ട്രേലിയൻ ബിസിനസ് എക്സലൻസ് ഫ്രെയിംവർക്ക്. അതേപോലെ സിംഗപ്പൂരിന്റെ ഉണ്ട്, സിംഗപ്പൂർ ബിസിനസ് എക്സലൻസ് ഫ്രെയിംവർക്ക്. അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. അതിൽ EFQM ആണ് ഭയങ്കര കോമൺ. അതേപോലെ നമ്മുടെ ടെക്സ്റ്റ് ഒരെണ്ണത്തിനെ കുറിച്ചും കൂടെ ജസ്റ്റ് പറയുന്നുണ്ട്, ബാൽഡ്രിഡ്ജ് ക്രൈറ്റീരിയ ഫോർ പെർഫോമൻസ് എക്സലൻസ്. ഇതും ഒരു പെർഫോമൻസ് ബിസിനസ് എക്സലൻസ് മോഡലാണ്. നമ്മൾക്കിപ്പോൾ EFQM മോഡലിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ EFQM എക്സലൻസ് മോഡൽ. അപ്പോ നമുക്ക് നോക്കാം EFQM എക്സലൻസ് മോഡൽ എന്താണെന്ന് ചോദിച്ചു. അതിന്റെ ഫുൾ ഫോം EFQM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ ഫൗണ്ടേഷൻ ഫോർ ക്വാളിറ്റി മാനേജ്മെന്റ്. ഇവർ ഡെവലപ്പ് ചെയ്ത മോഡലാണ്. ഓക്കെ, സോ നമ്മൾ ബിസിനസ് എക്സലൻസ് മോഡൽ എന്താണെന്ന് ആദ്യം പറഞ്ഞു. ബിസിനസ് എക്സലൻസ് മോഡൽ ഇസ് എ ഫിലോസഫി ഫോർ ഡെവലപ്പിംഗ് ആൻഡ് സ്ട്രെങ്തനിങ് ദ മാനേജ്മെന്റ് സിസ്റ്റം ആൻഡ് പ്രോസസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. എന്തിനു വേണ്ടി? വൈ? ടു ഇംപ്രൂവ് പെർഫോമൻസ് ആൻഡ് ക്രിയേറ്റ് വാല്യൂ ഫോർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതാണ് ബിസിനസ് എക്സലൻസ് മോഡൽ, ഇതിന്റെ കോമൺ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. ഇനി EFQM-ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ EFQM-ൽ എന്താണ് പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ, EFQM യൂസ് ചെയ്യണത്, EFQM supports organization in managing change and improving performance. Okay, അത് ഇതിന്റെ മാത്രമായിട്ടുള്ള ഡെഫിനിഷൻ ആണ്. ഇറ്റ് സപ്പോർട്ട്സ് ഓർഗനൈസേഷൻ ഇൻ മാനേജിങ് ചേഞ്ച് ആൻഡ് ഇംപ്രൂവിംഗ് പെർഫോമൻസ്. ഫോർ എക്സാമ്പിൾ BMW, ഇതൊക്കെ ആക്ച്വൽ ആയിട്ടുള്ള സംഭവം കേട്ടോ. BMW EFQM മോഡൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്തിനാന്ന് പറയട്ടെ, ഇവര് ഇപ്പോഴല്ലേ ഈ ഇലക്ട്രിക് കാർ എന്ന് പറയുന്ന സംഭവം ഇത്തിരി കോമൺ ആയിട്ട് വരുന്നത്. നമ്മൾ ടെസ്ലയിലൊക്കെയാണ് കേട്ടത്, പക്ഷെ BMW-നൊക്കെ ഉണ്ടായിരുന്നു. ടെസ്ലയൊക്കെ വരുന്നതിന് മുന്നേ BMW-ന് ഇലക്ട്രിക് കാർസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതങ്ങനെ കൊമേഴ്ഷ്യൽ ആയിട്ട് അവർ ഇറക്കുന്നുണ്ടായിരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പക്ഷെ അവർക്ക് അറിയാം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇനി ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഒരു ടൈം ആണെന്ന് അറിയാം. അപ്പോൾ ഓർഗനൈസേഷൻ ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. മനസ്സിലായി? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പല കമ്പനീസ്, ഇപ്പോൾ ഞാൻ ഇവിടെ ലോക്കൽ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഇവിടെ ടാൻഡം എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു എറണാകുളത്തെ. ടാൻഡം സിമ്പിൾ ആയിട്ട്, അല്ലെങ്കിൽ ടൈം ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ടൈം എന്ന് പറഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ ഒരു കേട്ടിട്ടുണ്ടോ? ടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്. ടൈമില്
ടൈം അത്രയും വലിയ ഓർഗനൈസേഷൻ ആയിരുന്നു. അതായത് ഏത് കുട്ടികൾ എൻട്രൻസ് പഠിക്കണം എന്ന് പറഞ്ഞാലും അപ്പോൾ ഇവിടെ നമ്മൾ ഭയങ്കര കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ടൈം. പക്ഷേ നോക്കിയേ, ആ സമയത്ത് എല്ലാ സ്റ്റുഡൻസും ജോയിൻ ചെയ്യണത് എല്ലാവരും +2 സയൻസ് എടുക്കുക, എഞ്ചിനീയറിംഗിന് പോവാ, സയൻസ് എടുക്കുക, മെഡിസിന് പോവാ, അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഷിഫ്റ്റ് അങ്ങോട്ട് മാറി. ഇപ്പൊ നമ്മളുടെ പ്രൊഫഷണൽ കോഴ്സ് CA പോലത്തെ പ്രൊഫഷണൽ കോഴ്സിലോട്ടായി. അപ്പോ അവര് പക്ഷെ എന്ത് ചെയ്ത് ആ ചേഞ്ചിൽ അഡാപ്റ്റ് ചെയ്തില്ല. അവരപ്പോഴും എൻട്രൻസിന്റെ കോച്ചിങ് തന്നെ കൊടുത്തോണ്ടിരുന്നു. പക്ഷെ ഇവിടെ ബാക്ക് സൈഡിൽ വേറൊരു പുതിയൊരു ഏരിയ ഡെവലപ്പായി വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെ ഫോക്കസ് ചെയ്ത് അതിലോട്ട് മാറാൻ പറ്റിയില്ല. എന്താ പറ്റിയത്? ആ ഓർഗനൈസേഷൻ തന്നെ ഇപ്പൊ ഇല്ല. മനസ്സിലായ? അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് പ്രാക്ടിക്കലി നമ്മൾ വിചാരിക്കും അത് ഈസി അല്ലേ, പുതിയത് അങ്ങോട്ട് തുടങ്ങിയപ്പോൾ മറ്റേത് അങ്ങോട്ട് തുടങ്ങിയാൽ പോരാന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ അല്ല. അതിൽ ഒരു ഓർഗനൈസേഷൻ ട്രാൻസ്ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അപ്പൊ അതേപോലെയാണ് BMW. ഒരു പെട്രോൾ കാർ നന്നായിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരിക്കണായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തിനാ ഇപ്പൊ ഇലക്ട്രിക് കാർ, ഇതിന് സെയിൽ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ബാക്ക് സൈഡിൽ ഒരു ഷിഫ്റ്റ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ടാവും. മാർക്കറ്റ് ട്രാൻസ്ഫോം ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഓർഗനൈസേഷനും അതനുസരിച്ച് ട്രാൻസ്ഫോം ആവണം. അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാനും ആ ഓർഗനൈസേഷൻ ഫുള്ള് ചേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാനാണ് ഇങ്ങനത്തെ ബിസിനസ് മോഡൽസ് ഒക്കെ ഇവർ യൂസ് ചെയ്യണത്. EFQM ബിസിനസ് മോഡൽസ് ഒക്കെ യൂസ് ചെയ്യണത്. അപ്പൊ അത് ഉപയോഗിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, if we use EFQM models like EFQM, it helps the organization to understand the cause and effect relationship between what it does and the result it achieves. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ എന്താണ് ചെയ്യണത്, അതിന്റെ റിസൾട്ട് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന കാര്യം ചെയ്താൽ അതിന്റെ റിസൾട്ട് ഇതായിരിക്കും, അങ്ങനെയൊക്കെ അവർക്ക് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി എളുപ്പമാക്കി കൊടുക്കും. ഒരു ഫ്രെയിം വർക്കിലാക്കി കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല, ഓക്കെ മാർക്കറ്റിങ്ങിനെ ഷിഫ്റ്റ് ചെയ്യണുണ്ട്, അതൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ അങ്ങനെ ട്രാൻസ്ഫോർമേഷനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ EFQM പോലെയുള്ള മോഡൽസ് ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ എന്താണ്, ഇറ്റ് സപ്പോർട്ട്സ് ഓർഗനൈസേഷൻ ഇൻ മാനേജിങ് ചേഞ്ച്. മാനേജിങ് ചേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്, ആ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓൾസോ ടു ഇംപ്രൂവ് ദെയർ പെർഫോമൻസ്. അതിന് EFQM മോഡൽസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവരുടെ തന്നെ സൈറ്റിൽ ഇവർ കുറച്ച് കേസ് സ്റ്റഡീസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഇട്ടിട്ടുണ്ട്, കുറെ കമ്പനീസ് EFQM എന്തിനാ ഉപയോഗിച്ചതെന്നൊക്കെ. അപ്പൊ ഒന്ന് ബോഷ് എന്ന് പറഞ്ഞ കമ്പനി യൂസ് ചെയ്തിട്ടുണ്ട് EFQM. സോ അവരുടെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബോഷ് എന്ന് പറഞ്ഞ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദേ ആർ മാനുഫാക്ചറിങ്. ഈ എക്സാമ്പിൾസ് ഒന്നും നിങ്ങൾ എഴുതിയെടുക്കണമെന്നില്ല കേട്ടോ, വെറുതെ കേട്ട് എഴുതിയാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് എഴുതിയെടുക്കാം. സോ ബോഷ് എന്ന് പറഞ്ഞവർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവര് ഹൈടെക് ഈ സേഫ്റ്റി എക്യുപ്മെന്റ്സ്, ഓട്ടോമേറ്റഡ് ബ്രേക്കിംഗ് സിസ്റ്റം, ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ്, ക്യാമറ സിസ്റ്റം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവർക്ക് ഇവരുടെ കമ്പനിയിൽ ഈ കണ്ടിന്യൂസ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞ സംഭവം ഇവരുടെ ഒരു കൾച്ചറാക്കി മാറ്റണം. അതായത് എല്ലാ പ്രോസസ്സിലും ഇവർക്ക് കണ്ടിന്യൂസ് ഇന്നോവേഷൻ നടന്നുകൊണ്ടിരിക്കണം. ബിക്കോസ് ഈ ഏരിയ എന്ന് പറയുന്നത് ഇവര് ഡീൽ ചെയ്യുന്ന ഏരിയ, ഈ ഹൈടെക് സിസ്റ്റം, ഡ്രൈവർ സേഫ്റ്റി, ABS എന്നൊക്കെ പറയുന്നത് കോൺസ്റ്റന്റ് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇന്നോവേഷൻ അത്രത്തോളം അവർക്ക് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പ്രോസസ്സും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതിലും എങ്ങനെ ബെറ്റർ ആയിട്ട് ചെയ്യാം, അതേപോലെ അവർക്ക് വളരെ അധികം കോമ്പറ്റീഷൻ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ദേ വോണ്ട് ടു ഡെവലപ്പ് എ കൾച്ചർ ഓഫ് കണ്ടിന്യൂസ് ഇന്നോവേഷൻ. കണ്ടിന്യൂസ് ആയിട്ട് ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൾച്ചർ ഓർഗനൈസേഷൻ വൈഡ് വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവർ EFQM എന്ന് പറഞ്ഞ മോഡൽ അപ്ലൈ ചെയ്തത്. ഓക്കെ. അപ്പൊ ഇത് അപ്ലൈ ചെയ്താൽ എങ്ങനെ വരും, അത് നമ്മൾ കുറച്ച് EFQM മനസ്സിലാക്കുമ്പോഴേക്ക് എങ്ങനെ ഇത് വരുത്താൻ പറ്റും എന്നൊക്കെ മനസ്സിലാവുള്ളൂ. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞതാണ്. അപ്പൊ ബോഷ് അതിന് വേണ്ടിയാണ് യൂസ് ചെയ്തത്. അതേപോലെ സിഗ്നിഫൈ എന്ന് പറഞ്ഞ കമ്പനി ആക്ച്വലി ചെയ്യണത്, ഇവര് ബൾബില് ലൈറ്റിംഗ് സൊല്യൂഷൻസ് ആണ് ഇവര് സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവര് ഈ പറഞ്ഞ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെയാണ്, ഇവര് ബൾബിൽ തുടങ്ങിയവരാണ്. അപ്പൊ നമ്മളുടെ ഇൻഡസ്ട്രി ലൈറ്റിംഗ് സൊല്യൂഷൻ നോക്കിയാൽ ബൾബ് എന്നുള്ളത് CFL ആയി, CFL എന്നുള്ളത് LED ആയി. ഇപ്പൊ ആണെങ്കിൽ ഈ മറ്റേ വേറെ ടൈപ്പ് സൊല്യൂഷൻസ് വന്നു തുടങ്ങിയില്ലേ, അതായത് സ്വിച്ച് ഒന്നും അല്ലാതെ മൊബൈലിലും എല്ലാത്തിലും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ടൈപ്പ് ലൈറ്റിങ്ങും അങ്ങനത്തെ സൊല്യൂഷൻസ് ഒക്കെ വന്നു തുടങ്ങിയില്ലേ. അപ്പൊ ഇവരുടെ ചാലഞ്ച് എന്ന് പറയുന്നത് ഇവരുടെ ഓർഗനൈസേഷൻ ട്രാൻസ്ഫോം ചെയ്യണം. ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എല്ലാ എംപ്ലോയീസും എല്ലാ പ്രോസസ്സും എല്ലാവരും ചേഞ്ച് ചെയ്യണം. അപ്പൊ അത് ഭയങ്കര ഇത്തിരി ചാലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് ആണ്. ഓക്കെ. അപ്പോൾ അതേപോലെ എങ്ങനെ ഇവർക്ക് ഈ ഓർഗനൈസേഷനെ ട്രാൻസ്ഫോം ചെയ്യാം, ആൻഡ് ഹൗ ക്യാൻ ദേ ഡെവലപ്പ് ന്യൂ പ്രൊഡക്റ്റ് റേഞ്ചസ്, പുതിയ ഇപ്പോഴത്തെ മാർക്കറ്റിന് പറ്റുന്ന പ്രൊഡക്റ്റ് റേഞ്ചസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതായിരുന്നു അവരുടെ ചാലഞ്ച്. സോ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ EFQM മോഡൽ യൂസ് ചെയ്തത്. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഈ 2-3 എക്സാമ്പിൾ എഴുതി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇപ്പൊ നമുക്ക് ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, EFQM യൂസ് ചെയ്ത എന്തൊക്കെയാണ് നമുക്ക് കിട്ടാൻ പോണ ബെനിഫിറ്റ്സ്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് EFQM മോഡൽസ്? അപ്പോ ഇപ്പൊ ഇത് എഴുതി വെച്ചോ, ഇനി മോഡൽ പഠിക്കുമ്പോൾ നമുക്കിത് ഒന്നും കൂടെ മനസ്സിലാവും. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. ഇപ്പൊ രണ്ടുമൂന്നെണ്ണം നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ. ഒന്ന്, ഓർഗനൈസേഷൻ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സിഗ്നിഫൈഡ് എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലായി. It can help transform the organization. Also, it can create a culture. നമ്മൾ ബോഷിന്റെ എക്സാമ്പിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. It helps to create a culture. ബോഷിൽ എന്ത് കൾച്ചറാണ്? കൾച്ചർ ഓഫ് കണ്ടിന്യൂസ് ഇന്നോവേഷൻ. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു. അതേപോലെ ബാക്കി എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ്? ഒന്ന്, ഡിഫൈൻ പേർപ്പസ്. ഓർഗനൈസേഷന്റെ പേർപ്പസ് ഡിഫൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. വൈ ഡസ് ദിസ് ഓർഗനൈസേഷൻ എക്സിസ്റ്റ്? അപ്പൊ നമ്മൾ പറയാം എല്ലാ ഓർഗനൈസേഷനും പൈസ ഉണ്ടാക്കാനല്ലേ എന്ന്. പക്ഷെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. പൈസ എന്ന് പറയുന്നത് നമ്മുടെ റവന്യൂ, പ്രോഫിറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു കോൺസിക്വൻസ് ആണ്. നമ്മളൊരു പർപ്പസിന് വേണ്ടി വർക്ക് ചെയ്യും, അതിന്റെ കോൺസിക്വൻസ് ആണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ പേർപ്പസ് എന്താണ് അത് ഡിഫൈൻ ചെയ്യണം ഓരോ ഓർഗനൈസേഷനും. അല്ലെങ്കിൽ എല്ലാവരും അവരവർക്ക് തോന്നുന്ന കാര്യങ്ങളായിരിക്കും ചെയ്യണത്. ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഇതൊക്കെ ഏറ്റവും ചെറിയ ഓർഗനൈസേഷൻ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞങ്ങളിവിടെ ടീച്ചർ ബ്രോ എന്ന് പറഞ്ഞ സംഭവം ചെയ്ത സമയത്തില്ലേ, നമുക്ക് എല്ലാ ദിവസവും കുറച്ച് ദിവസം കഴിയുമ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, നമ്മൾ യൂട്യൂബിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇടണം, അല്ലെങ്കിൽ യൂട്യൂബിൽ വേറെ വീഡിയോസ് ഇടണം. അങ്ങനത്തെ എല്ലാവരും പല പല കാര്യങ്ങളായിരിക്കും ചെയ്യണത്. മനസ്സിലായി? അപ്പൊ നമുക്കൊരു ഫോക്കസ് ഉണ്ടാവില്ല. അതിന് അങ്ങനെ ഫോക്കസ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് പേർപ്പസ് ഉണ്ടാവണം. ഓക്കെ, നമ്മൾ ഏത് ടൈപ്പ് കസ്റ്റമേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യണത്? ഓക്കെ, നമുക്ക് CA സ്റ്റുഡൻസ് മാത്രമാണ്, അപ്പൊ അവർക്ക് പറ്റുന്ന വീഡിയോസ്. അങ്ങനെ ഒരു പേർപ്പസ് വേണം. അല്ലെങ്കിൽ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യണത്. ഫുൾ ക്യാവസ് ആയിരിക്കും. അപ്പൊ അതാണ് ഒരു ആവശ്യം, ഡിഫൈൻ പേർപ്പസ്. അതേപോലെ it helps in creating strong leaders. It helps to forecast the future. And also it addresses organizational challenges. നമ്മുടെ ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് എന്താണ് അത് അഡ്രസ് ചെയ്യാനും EFQM മോഡൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി മോഡലിലേക്ക് പോവാം. സോ EFQM മോഡലില് 3 കോമ്പണൻസ് ഉണ്ട്. 3 components ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. EFQM model has 3 parts, 3 components under it. First one is fundamental concepts of EFQM model. EFQM model ബേസ് ചെയ്തേക്കുന്നത് എന്തിനെ ബേസ് ചെയ്താണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു EFQM model it is a business excellence model അല്ലേ? EFQM model is a business excellence model. അപ്പോ നമ്മൾ ഇവിടെ എന്താ ട്രൈ ചെയ്യണത്? we are trying to achieve excellence in everything the organization does. അല്ലെ? ഓർഗനൈസേഷൻ ചെയ്യണ എല്ലാത്തിലും എക്സലൻസ് അച്ചീവ് ചെയ്യാനാണ് നമ്മൾ ട്രൈ ചെയ്യണത്. അപ്പോ ഈ എക്സലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സലൻസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ആദ്യം ഡിഫൈൻ ചെയ്യണ്ടേ? അപ്പൊ അത് ഡിഫൈൻ ചെയ്തേക്കുന്ന സ്ഥലമാണ് ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് EFQM മോഡലിന്റെ ബേസ്. ഓക്കെ, അപ്പോ ദിസ് പാർട്ട് ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞ പാർട്ട് describes the fundamental concepts upon which EFQM model is formed. എന്തിനെ ബേസ് ചെയ്താണ് EFQM മോഡൽ ഫോം ചെയ്തേക്കുന്നത്? and it also defines the term excellence in every aspect. ഓരോ ആസ്പെക്റ്റിലും, ഓരോ ആസ്പെക്ട്. ഇപ്പൊ നമ്മള് 8 കോൺസെപ്റ്റ്സ് ആണ് പഠിക്കാൻ പോണത്. ഇതിൽ 8 കോൺസെപ്റ്റ്സ് ഉണ്ട്. ഓരോ ആസ്പെക്റ്റിലും എന്താണ് എക്സലൻസ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഓക്കെ, ശരി. അപ്പൊ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ഓഫ് EFQM. ഫസ്റ്റ് വൺ ഇസ് റിസൾട്ട്സ് ഓറിയന്റേഷൻ. ഓക്കെ, അപ്പൊ റിസൾട്ട്സ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു ഇതിൽ ഓരോ എക്സലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ റിസൾട്ട്സിന്റെ ഏരിയയിൽ നമ്മുടെ എക്സലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ വാട്ട് ഇറ്റ് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിസൾട്ട്സിൽ എക്സലൻസ് എന്ന് പറയുന്നത് അച്ചീവിങ് റിസൾട്ട്സ് ദാറ്റ് ഡിലൈറ്റ്സ് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്.
നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഇംപ്രസ് ചെയ്യണ റിസൾട്ട് ഉണ്ടാക്കണം, അവർ ഡിലൈറ്റഡ് ആവണ റിസൾട്ട്സ് ഉണ്ടാക്കണം. അതിനെയാണ് റിസൾട്ട്സിന്റെ ആംഗിളിൽ എക്സലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സലൻസ് ഇസ് അച്ചീവിങ് റിസൾട്ട്സ് വിച്ച് ഡിലൈറ്റ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പൊ എങ്ങനെ നമ്മള്, അപ്പൊ ഞാനില്ലേ ഇതെല്ലാം ഇപ്പൊ നമ്മൾ പറയാൻ പോണ 8 കൺസെപ്റ്റ്സും 3 പാർട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. 3 പാർട്ടിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് അതിന്റെ മീനിങ് എന്താണ്, റിസൾട്ട്സ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ അവിടെ എന്താണ് ചെയ്യണത്, ഈ കോൺസെപ്റ്റിന്റെ താഴെ വരുന്നത് എന്താണ്, അതായത് ഇവിടെ റിസൾട്ട്സിൽ എക്സലൻസ് കിട്ടാൻ വേണ്ടി കമ്പനി എന്ത് ചെയ്യണം, ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, സോ ഹൗ ഇറ്റ് ഈസ് ഡൺ. അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും, അങ്ങനെ എല്ലാത്തിനെയും ഞാൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ശരി. അപ്പോ റിസൾട്ട്സ് നമ്മൾ അച്ചീവ് ചെയ്യുന്ന, എന്താ അച്ചീവ് ചെയ്യാൻ പോണത്, വി ആർ ട്രൈങ് ടു അച്ചീവ് എക്സലൻസ്. എങ്ങനെയാണ്, ബൈ അച്ചീവിങ് റിസൾട്ട്സ് വിച്ച് ഡിലൈറ്റ് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വരും. ഇറ്റ് ഇസ് നോട്ട് ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ്, സൊസൈറ്റി, ഷെയർ ഹോൾഡേഴ്സ്, എല്ലാവരും വരും. ഓക്കെ, അപ്പൊ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഡിലൈറ്റ് ചെയ്യണ റിസൾട്ട്സ് വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യും, measure and anticipate the needs of the stakeholders. സ്റ്റേക്ക്ഹോൾഡേഴ്സിന്റെ ഇപ്പോഴത്തെ നീഡ്സ് മെഷർ ചെയ്യുക, കളക്ട് ഇൻഫർമേഷൻ ആൻഡ് യൂസ് ദി ഇൻഫർമേഷൻ ടു ഇംപ്ലിമെന്റ് സ്ട്രാറ്റജീസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടാർഗറ്റ്സ് ഫോർ ലോങ് ടേം, ഷോർട്ട്, മീഡിയം ആൻഡ് ലോങ് ടേം. അപ്പൊ നോക്കിയേ, ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും നമ്മുടെ ടെക്സ്റ്റിലില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇതേപോലെ കാണാതെ ഒന്നും പഠിക്കണ്ട. സംഭവം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഈ 8 കോൺസെപ്റ്റ്സ് പറയുന്നുണ്ട്. 8 കോൺസെപ്റ്റ്സ് എന്താണ്, പിന്നെ നമുക്ക് അത് അപ്ലൈ ചെയ്യണം നമ്മുടെ കേസ് സ്റ്റഡിയിൽ. അപ്പൊ അതിനു വേണ്ടി ഇത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പൊ റിസൾട്ട്സിൽ നമ്മൾ എന്താ ചെയ്യാൻ പോണത്, വി ആർ ട്രൈങ് ടു അച്ചീവ് റിസൾട്ട്സ് വിച്ച് വിൽ ഡിലൈറ്റ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എങ്ങനെ നമ്മൾ ആ റിസൾട്ട്സ് അച്ചീവ് ചെയ്യും, ഫസ്റ്റ് തന്നെ മെഷർ ദ നീഡ്സ് ഓഫ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, നീഡ് മെഷർ ചെയ്യുക, കളക്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം, ആ ഇൻഫർമേഷനെ ബേസ് ചെയ്ത് വേണം നമ്മൾ സ്ട്രാറ്റജീസും പോളിസീസും ഒബ്ജക്റ്റീവ്സും ഒക്കെ ഉണ്ടാക്കാൻ ഫോർ ഷോർട്ട് ടേം, മീഡിയം ടേം ആൻഡ് ലോങ് ടേം. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് വി ഡു ടു അച്ചീവ് എക്സലൻസ് ഇൻ റിസൾട്ട്സ്. റിസൾട്ട്സ് എന്ന് പറഞ്ഞ ഏരിയയിൽ എക്സലൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി. ഇനി ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ്, വാട്ട് ആർ ദ ബെനിഫിറ്റ് ഓഫ് ഡൂയിങ്, അതായത് ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്. സോ എന്താണ്, ആഡ് വാല്യൂ ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും വാല്യൂ, അത് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് തന്നെയായിരുന്നു. അണ്ടർസ്റ്റാൻഡ് കറന്റ് ആൻഡ് ഫ്യൂച്ചർ റിക്വയർമെന്റ് ഓഫ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഓൾസോ there will be goal congruence, which means everyone will be working towards a single goal. Every employee, everyone in the organization will be working towards a single goal. ഒരു ഗോളിന് വേണ്ടിയിട്ടായിരിക്കും വർക്ക് ചെയ്യണത്. ബിക്കോസ് നമ്മൾ ഇങ്ങനെ പോളിസീസും ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഉണ്ടാക്കിയാൽ, അതൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഓരോർക്ക് ഇഷ്ടമുള്ള പോലെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ശരി. അപ്പൊ ഇതാണ് റിസൾട്ട്സ് ഓറിയന്റേഷൻ. ബേസിക്കലി ഈ സാധനം ഒന്ന് ഓർത്തിരിക്കണം എങ്ങനെയെങ്കിലും, ബിക്കോസ് ഇതാണ് അതിന്റെ ഹെഡിങ്, റിസൾട്ട്സ് ഓറിയന്റേഷൻ. ടെക്സ്റ്റിലാകെ ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ സെക്കൻഡ് കൺസെപ്റ്റ് ഓഫ് EFQM മോഡൽ ഇസ് കസ്റ്റമർ ഫോക്കസ്. ഫസ്റ്റ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു റിസൾട്ട് ഓറിയന്റേഷൻ. സെക്കൻഡ് കസ്റ്റമർ ഫോക്കസ്. ഇത് നമ്മൾ പല സാധനത്തിലും പഠിച്ചതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. കസ്റ്റമർ ഫോക്കസ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഇതിൽ എക്സലന്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കസ്റ്റമർ ഫോക്കസിൽ എക്സലന്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ് സസ്റ്റൈനബിൾ കസ്റ്റമർ വാല്യൂ. സസ്റ്റൈനബിൾ ആയിട്ടുള്ള കസ്റ്റമർ വാല്യൂ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എങ്ങനെ ചെയ്യാൻ പറ്റും, ഇപ്പോഴത്തെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അസസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡിക്കാത്തലോണിലൊക്കെ പോയി ഒരു പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ബില്ലിങ് കഴിയുമ്പോഴും അവരൊരു സ്മൈലി തന്നിട്ടുണ്ടാവും, ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അസസ് ദി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇനി ഓൾ ദി ഗോൾസ് ആൻഡ് ടാർഗറ്റ്സ് ഷുഡ് ബി ലിങ്ക്ഡ് ടു ദി കസ്റ്റമർ നീഡ്സ് ആൻഡ് എക്സ്പെക്ടേഷൻ. സോ നമ്മൾ ഇവിടെ കുറെ ഗോൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയില്ലേ, സ്ട്രാറ്റജീസ്, അങ്ങനത്തെ ഗോൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ദ ഗോൾസ് ഷുഡ് ബി ലിങ്ക്ഡ് ടു കസ്റ്റമർ നീഡ്സ് ആൻഡ് എക്സ്പെക്ടേഷൻ ആൻഡ് ഓൾവേസ് മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദി കസ്റ്റമർ. സോ ഇതിന്റെ ഒരു ചെറിയ ഭാഗമാണ് കേട്ടോ. ഇത് തന്നെ എഴുതിയില്ലെങ്കിലൊന്നും കുഴപ്പമില്ല. കാരണം നമുക്കറിയാം
കസ്റ്റമർ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എക്സലൻസ് എന്താണ്, നമ്മൾ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുക, അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഇവിടെ എഴുതാം. ഞാൻ ജസ്റ്റ് ഒരു 3-4 പോയിന്റ്സ് എഴുതിയെന്നേ ഉള്ളൂ. നമ്മൾ EFQM-ന്റെ ആ സൈറ്റ് എടുത്ത് ഇത് വായിക്കുമ്പോൾ ഇത് ഭയങ്കര വലുതായിരിക്കും. കുറെ സാധനങ്ങൾ എഴുതാം നമുക്ക് വേണമെങ്കിൽ. കസ്റ്റമറിന് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഇവിടെ എഴുതാൻ പറ്റും. ഞാൻ 2-3 എഴുതി വെച്ചേ ഉള്ളൂ. ഓക്കെ, ബിക്കോസ് നമുക്ക് എക്സാമിന് എഴുതാൻ 2-3 പോയിന്റ്സ് വേണമല്ലോ. അതാണ്. ഇനി സോ വെൻ വി ഫോക്കസ് ഓൺ ദിസ് ആസ്പെക്ട്, കസ്റ്റമർ ഫോക്കസ് ചെയ്യുമ്പോൾ എന്താണ് ബെനിഫിറ്റ്? ഡിലൈറ്റഡ് കസ്റ്റമേഴ്സ്, എൻഹാൻസ്ഡ് മാർക്കറ്റ് ഷെയർ, നമ്മുടെ മാർക്കറ്റ് ഷെയർ കൂടും, ഉള്ള കസ്റ്റമേഴ്സ് ഡിലൈറ്റഡ് ആവും, സ്ട്രോങ് കസ്റ്റമർ റോയൽറ്റി ആൻഡ് റിട്ടൻഷൻ. ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് സെക്കൻഡ് കൺസെപ്റ്റ്. സോ ഫസ്റ്റ് വൺ ഇസ് റിസൾട്ട്സ് ഓറിയന്റേഷൻ, സെക്കൻഡ് വൺ ഇസ് കസ്റ്റമർ ഫോക്കസ്, ആൻഡ് ദ തേർഡ് കോൺസെപ്റ്റ് ഓഫ് EFQM മോഡൽ ഇസ് ലീഡർഷിപ്പ് ആൻഡ് കോൺസ്റ്റൻസി ഓഫ് പർപ്പസ്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സോ എന്താണ് എക്സലൻസ് ഇസ് ക്രിയേറ്റിംഗ് സ്ട്രോങ് ലീഡേഴ്സ്, വിഷണറി ആയിട്ടുള്ള ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. കമ്പനിക്ക് ഒരു കോൺസ്റ്റൻസി ഓഫ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു പേർപ്പസ് ഉണ്ടാക്കുക. ഡിഫൈൻ ദ പേർപ്പസ് ഓഫ് ദ കമ്പനി, വൈ ദിസ് കമ്പനി ഷുഡ് എക്സിസ്റ്റ്, അങ്ങനെ ഒരു പേർപ്പസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ അതാണ് എക്സലൻസ് എന്ന് പറയുന്നത്. സോ എക്സലൻസ് ഇപ്പോൾ ലീഡർഷിപ്പില്, ഒരു കമ്പനി ലീഡർഷിപ്പിൽ എക്സലന്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്സലൻസ്? വിഷണറി ആൻഡ് ഇൻസ്പിറേഷണൽ ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ എക്സലൻസ് ഇസ് ഹാവിങ് വിഷണറി ആൻഡ് ഇൻസ്പിറേഷണൽ ലീഡർഷിപ്പ്. അല്ല, വിഷണറി ആയിട്ടുള്ള ലോങ് ടേമിലേക്ക് ഫോക്കസ് ഉള്ള ഒരു ലീഡറിനെ ഉണ്ടാക്കിയെടുക്കുക, ലീഡർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. വിത്ത് കോൺസ്റ്റൻസി ഓഫ് പേർപ്പസ്. വാട്ട് കോൺസ്റ്റൻസി ഓഫ് പേർപ്പസ് മീൻസ് വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദിസ് കമ്പനി, എന്തിനാണ് ഈ കമ്പനി എക്സിസ്റ്റ് ചെയ്യണത്, നമ്മുടെ വിഷൻ മിഷൻ അതൊക്കെ ക്ലിയർ ആക്കി എടുക്കുക. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നതും. ഇതും 3 എണ്ണമാണ്. ഞാൻ ഇനിയുള്ളതിനൊന്നും എഴുതിയിട്ടുണ്ടാവില്ല. അതായത് ഇപ്പൊ നേരത്തേക്ക് എഴുതി തന്നില്ലേ, വാട്ട് ഇറ്റ് മീൻസ്, ഹൗ ഇറ്റ് ഇസ് ഡൺ ആൻഡ് ബെനിഫിറ്റ്സ്, അത് തന്നെയാണ്. ഇതേപോലെ തന്നെ വാട്ട്, ഹൗ ആൻഡ് ബെനിഫിറ്റ്സ്. ഓക്കെ, ഞാൻ ഇനി എല്ലാത്തിലും എഴുതിയിട്ടില്ല. സോ ഹൗ, എന്താണ് നമ്മൾ ഇതിൽ ചെയ്യണത്? സോ എന്താ ചെയ്യണത്? വിഷൻ ആൻഡ് മിഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഡിഫൈൻഡ്. കമ്പനിയുടെ വിഷൻ മിഷൻ അതൊക്കെ ഡിഫൈൻ ചെയ്യുക. All the people and process are aligned to the vision and mission statement. അതിനോട് അലൈൻഡ് ആയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ഗോൾ കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞ പോലെ everyone should be aligned towards single objective. And leaders should inspire others towards excellence. Leaders എപ്പോഴും എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക to achieve excellence. So this is what we do in this aspect. ഒരു നക്ഷലിൽ പറഞ്ഞ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? The benefits. ഇത് എഴുതിയെടുക്കണ്ടാ ശ്രുതി? ഇല്ലേ? എവിടം വരെ എഴുതിയെടുക്കണം? ഈ എക്സലൻസസ് മാത്രം എഴുതിയെടുക്കണല്ലോ. അയ്യോ, മറ്റേതും കൂടെ എഴുതിയെടുത്തോ. കാരണം ഇല്ലേ, നമുക്ക് കേസ് സ്റ്റഡിയിൽ എഴുതാൻ എന്തെങ്കിലും വേണ്ടി വരും. എഴുതിയെടുത്തോ. അല്ലെങ്കിൽ ഞാൻ ഇത് ഷെയർ ചെയ്യണോ? ഞാൻ ഷെയർ ചെയ്യാം. പക്ഷെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയ PDF ആയിരിക്കും. അവസാനം കയ്യിൽ ഉണ്ടാവത്തില്ല ഇതൊന്നും. ഒറ്റ ബുക്കായിട്ട് എനിക്ക് ഒറ്റ ബുക്കല്ല, ഇതൊക്കെ ചെറിയ PDFs ആണ്. ഷെയർ ചെയ്യാൻ ഞാൻ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുത്തോണ്ടോ. ഓക്കെ, അപ്പോ നോക്കാം. അപ്പൊ ഇതിൽ എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്? സോ if a company is achieving leadership in excellence in leadership, the benefits are clarity of purpose and direction. Clarity of purpose, നമ്മുടെ കമ്പനി എങ്ങോട്ടാണ് പോകേണ്ടത്, it will be very clear. Direction of the company will be very clear. And committed and motivated workforce will be committed and motivated. And shared set of values and ethics എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ വാല്യൂസ് ഒക്കെ എല്ലാവരും അതായിരിക്കും ബ്രീത്ത് ചെയ്യണത്. അതായത് എല്ലാവരും സെയിം. ഇപ്പൊ ടൊയോട്ട എന്ന് പറഞ്ഞ ഒരു ക്വാളിറ്റിയാണ് അവരുടെ ഒരു മെയിൻ വാല്യൂ. അപ്പൊ എന്ത് സാധനം ചെയ്യുമ്പോഴും all the employees will be focused on quality. അപ്പൊ അതേപോലെ നമ്മളുടെ കമ്പനിയുടെ വാല്യൂ എന്താണ്? ഇറ്റ് വിൽ ബി ഷെയർഡ്, ബിക്കോസ് എല്ലാവരെയും അതിൽ ഫോക്കസ്ഡ് ആണ്. ഷെയർഡ് വാല്യൂസ് ആൻഡ് എത്തിക്സ്.
സോ ദിസ് ഇസ് തേർഡ് വൺ. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? റിസൾട്ട്സ് ഓറിയന്റേഷൻ, കസ്റ്റമർ ഫോക്കസ് അല്ലേ പറഞ്ഞത്? കസ്റ്റമർ ഫോക്കസ്. തേർഡ് വൺ ലീഡർഷിപ്പ് ആൻഡ് കോൺസ്റ്റൻസി ഓഫ് പേർപ്പസ്. ഫോർത്ത് ഏരിയ ഇസ്, എട്ടെണ്ണം ഉണ്ട് ഇത്. ഫോർത്ത് ഏരിയ ഇസ് മാനേജ്മെന്റ് ബൈ പ്രോസസ് ആൻഡ് ഫാക്ട്സ്. മാനേജ്മെന്റ് ബൈ പ്രോസസ് ആൻഡ് ഫാക്ട്സ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് ബൈ പ്രോസസ് ആൻഡ് ഫാക്ട്സ്. അതായത് എക്സലൻസ് എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ റിലയബിൾ ഫാക്ട്സ് ആൻഡ് ഇൻഫോർമേഷൻ. അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാത്തിനും കറക്റ്റ് പ്രോസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, അപ്പൊ അതിനെപ്പോഴും സിസ്റ്റംസോ പ്രോസസ് ഒക്കെ ഉണ്ടാക്കുക. അപ്പൊ എല്ലാവരും അത് തന്നെ ഫോളോ ചെയ്യും, അല്ലാണ്ട് അവരവര് ഇഷ്ടമുള്ള പോലെ ചെയ്യത്തില്ല. ദർ ഷുഡ് ബി എ പ്രോപ്പർ സിസ്റ്റം ആൻഡ് പ്രോസസ് ഫോർ എവറിത്തിങ്. അതാണ് ഉദ്ദേശിക്കുന്നത്. സോ എക്സലൻസ് ഈസ് ഗവേണിംഗ് ദ ഓർഗനൈസേഷൻ ഇൻ എ ഹൈലി പ്രൊഫഷണൽ മാനർ where decisions are based on factually reliable information. എല്ലാ ഡിസിഷനും, all the decisions will be based on factually reliable information. അല്ലാണ്ട് സെന്റിമെന്റൽ ആയിട്ട് ഇമോഷണൽ ആയിട്ടൊന്നും ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കരുത്. അവിടെ അങ്ങനെ ആയിരിക്കരുത് ഡിസിഷൻസ് എടുത്തത്. all the decisions should be based on factually reliable information. Okay. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇത് കണ്ടിട്ടുണ്ട്, ഒരു ഗൂഗിളിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഗൂഗിളിൽ. അപ്പൊ അവര് ചെയ്യുന്ന ഒരു കാര്യം, ഈ സെർച്ച് എന്ന് പറഞ്ഞ സാധനം ഇല്ലേ, സെർച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയടാ, ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്തു, ഇപ്പോ ആപ്പിൾ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തു. അപ്പൊ എന്തൊക്കെ വരണം? ശരിക്കുള്ള ആപ്പിൾ തന്നെ, പിന്നെ ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്, പിന്നെ ആപ്പിൾ എന്ന് പറഞ്ഞ അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാവില്ലേ. ആപ്പിൾ വെച്ച് ഉണ്ടാക്കിയേക്കുന്ന കുക്കിംഗ് വീഡിയോസ് ഉണ്ടാവും, അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാവും. അപ്പൊ ഇതിൽ ഏതാദ്യം വരണം? അപ്പൊ ആൾക്കാർ ഓരോ രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കണത്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് എന്താദ്യം വരണം എന്നൊക്കെ ഇവരൊരു തീരുമാനം എടുക്കണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഗൂഗിളിൽ ഇത്രയും എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവർ ക്ലിയർ ആയിട്ട് ഇത് ഡിഫൈൻ ചെയ്തില്ലെങ്കിൽ ഓരോ ആള് പിരിഞ്ഞു പോയി പുതിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഒക്കെ വരുമ്പോ യൂസർ എക്സ്പീരിയൻസ് മാറും. ബിക്കോസ് ഓരോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറും അയാൾക്ക് ഇഷ്ടമുള്ള പോലെ തീരുമാനിക്കും. ഓക്കെ, ആപ്പിളിൽ നിന്ന് അടിച്ചാൽ ഫസ്റ്റ് ഇത് തന്നെയാണ്, അത് ഇവര് ഡിസൈഡ് ചെയ്യുന്നതല്ലേ. അപ്പൊ ഇങ്ങനത്തെ കമ്പനിയിൽ പ്രോസസ്സും സിസ്റ്റംസ് ഒക്കെ ഇല്ലെങ്കിൽ ഇതാണ് പ്രശ്നം. ആൾക്കാർ അവരവരുടെ സെന്റിമെന്റ്സും ഇമോഷനും, ചിലപ്പോൾ ഒരാൾക്ക് ആപ്പിൾ കമ്പനിയോട് ഇഷ്ടമുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരിക്കും, അപ്പൊ അയാൾ ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി ആദ്യം വരട്ടെ എന്ന് തീരുമാനിച്ച കഴിഞ്ഞില്ലേ. അപ്പോ all the decisions should be based on factually reliable information. Okay, അതെങ്ങനെയാ ചെയ്യണത്? How it is done? Implement clear set of process for every task. എല്ലാ ടാസ്കിനും ക്ലിയർ സെറ്റ് ഓഫ് പ്രോസസ് ഉണ്ടാവണം. The processes are effectively managed and improved. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. And the decision should be based on facts. Okay, ഫാക്ട്സിനെ ബേസ് ചെയ്ത് മാത്രം ഡിസിഷൻസ് എടുക്കുക. And always identify and manage risk. അപ്പൊ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും. നമ്മളിവിടെ റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് നമുക്ക് റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. വി ക്യാൻ റെഡ്യൂസ് ദ റിസ്ക് ആൻഡ് ഓൾസോ ഇംപ്രൂവ്ഡ് കോൺഫിഡൻസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതെ, ഇവിടെയും നമുക്ക് വേണമെങ്കിൽ മോട്ടിവേറ്റഡ് ആൻഡ് കമ്മിറ്റഡ് എംപ്ലോയീസ്, അതൊക്കെ എല്ലായിടത്തും ഞാനിപ്പോ ഇതിൽ മിക്കതിലും ഉണ്ടായിരുന്നു മോട്ടിവേറ്റഡ് ആൻഡ് കമ്മിറ്റഡ് എംപ്ലോയീസ്. ഞാൻ എല്ലാത്തിലും എടുത്ത് എഴുതിയില്ലെന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് നോക്കിയിട്ട് നമുക്കത് ചേരുമെന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെ എഴുതാം. ഒരു 2-3 ഞാൻ ഇങ്ങനെ പറയണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോ റിസൾട്ട്സ് ഓറിയന്റേഷൻ, കസ്റ്റമർ ഫോക്കസ്, ലീഡർഷിപ്പ് ആൻഡ് കോൺസ്റ്റൻസി ഓഫ് പേർപ്പസ്, ആൻഡ് ഫോർത്ത് വൺ ഇസ് management by process and facts. Management by process and facts. So fifth one, people development and involvement. ഇതും നമ്മൾ TQM-ലൊക്കെ കാണുന്നതാണ്, പക്ഷെ ഓരോന്നിലും ഈ പേര് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയി ഇൻവോൾവ്മെന്റ്. നമ്മൾ JIT-ൽ പഠിക്കുമ്പോൾ എംപ്ലോയി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്നായിരിക്കും. അത് തന്നെ TQM. പലതിലും ഉണ്ട് സെയിം സംഭവം തന്നെ. പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് ഇൻവോൾവ്മെന്റ് എന്തായിരിക്കും? എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുക, അവരെ പേഴ്സണൽ ഡെവലപ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക, അതൊക്കെ തന്നെ. അപ്പൊ അവരെന്തായിരിക്കും? എംപ്ലോയി മൊറൽ ഇംപ്രൂവ് ചെയ്യും, അവർ മോട്ടിവേറ്റഡ് ആയിരിക്കും, അതൊക്കെ അത് തന്നെ സെയിം. ഇപ്പൊ നമുക്ക് ജസ്റ്റ് പോയിന്റ്സ് എഴുതാം. സോ ഇതിലെങ്ങനെ എക്സലൻസ് നേടാം? പീപ്പിൾ ഡെവലപ്മെന്റ്, അതിൽ എക്സലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമൈസിങ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് എംപ്ലോയീസ്. ഓക്കെ, എംപ്ലോയീസിന്റെ കോൺട്രിബ്യൂഷൻ കൂട്ടുക,
അവര് കൂടുതൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം കമ്പനിക്ക്. എങ്ങനെ? ത്രൂ ദെയർ ഡെവലപ്മെന്റ് ആൻഡ് ഇൻവോൾവ്മെന്റ്. അവരെ ഡെവലപ്പ് ചെയ്യിക്കുക, അവർ ഇൻവോൾവ് ചെയ്യിക്കുക എന്ന് വെച്ചാൽ എംപ്ലോയി ഇൻവോൾവ്മെന്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, ടു വേ കമ്മ്യൂണിക്കേഷൻ, അതൊക്കെയാണ് ടു വേ കമ്മ്യൂണിക്കേഷൻ. സോ മാക്സിമൈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദി എംപ്ലോയീസ്, അതാണ് എക്സലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെ ചെയ്യുമോ അത്? സോ റിക്രൂട്ട് ആൻഡ് ഡെവലപ്പ് കോമ്പീറ്റന്റ് എംപ്ലോയീസ്. ആദ്യം തന്നെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കോമ്പീറ്റന്റ് എംപ്ലോയീസിനെ എടുക്കുക, അവരെ ഡെവലപ്പ് ചെയ്യുക. പ്രൊമോട്ട് ദെയർ പേഴ്സണൽ ഡെവലപ്മെന്റ് ഓൾസോ. അതുപോലെ ഗിവ് പ്രോപ്പർ ട്രെയിനിങ് ടു എംപ്ലോയീസ് ആൻഡ് റിവാർഡ്സും കൊടുക്കണം. കെയർ, റിവാർഡ് ആൻഡ് റെക്കഗ്നൈസ് ദം. സോ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഹൗ ഇറ്റ് ഇസ് ഡൺ ആൻഡ് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ്? എന്താ അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ്? കമ്മിറ്റഡ്, ലോയൽ ആൻഡ് മോട്ടിവേറ്റഡ് എംപ്ലോയീസ്. ഇൻക്രീസ്ഡ് കോമ്പറ്റീറ്റീവ്നെസ്. ഇതും കുറെ സ്ഥലത്ത് എഴുതാൻ പറ്റണതാണ്. ഇൻക്രീസ്ഡ് കോമ്പറ്റീറ്റീവ്നെസ്. സോ ഭയങ്കര ജനറൽ ടേം ആണ്. ഇൻക്രീസ്ഡ് കോമ്പറ്റീറ്റീവ്നെസ്. ഫുൾ പൊട്ടൻഷ്യൽ ഓഫ് ദ എംപ്ലോയീസ്. അതേപോലെ ഷെയർഡ് ഓണർഷിപ്പ് ഓഫ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഓൾ ദി ഇവരെ പേഴ്സണലി ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ബി ഹൈലി മോട്ടിവേറ്റഡ് എംപ്ലോയീസ്. സോ അവര് ഓണർഷിപ്പ് എടുത്തോളും. കുറെ കാര്യങ്ങളൊന്നും എല്ലാം പറഞ്ഞൊന്നും കൊടുക്കണ്ട. അതെ, അവര് സ്വന്തമായിട്ട് ഓണർഷിപ്പ് എടുത്തിട്ട് അവർ അതിനു വേണ്ടി വർക്ക് ചെയ്തോളും. ബിക്കോസ് ദേ വിൽ ബി ഹൈലി മോട്ടിവേറ്റഡ് എംപ്ലോയീസ്. ബിക്കോസ് ദ കമ്പനി ഈസ് കെയറിംഗ് ദം, ദേ ആർ റിവാർഡിംഗ് ദം. അവരെ പേഴ്സണൽ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ എംപ്ലോയീസ് ഇതൊക്കെ ചെയ്തോളും. ഓക്കെ, അതൊക്കെയാണ് ബെനിഫിറ്റ്സ്. സോ റിസൾട്ട്സ് ഓറിയന്റേഷൻ, കസ്റ്റമർ ഫോക്കസ്, leadership and constancy of purpose, management by process and facts, alle management by process and facts. And fifth one, people development and involvement. People development and involvement. Sixth one, continuous learning, innovation and improvement. So next focus അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഓഫ് ബിസിനസ് എക്സലൻസസ്, കണ്ടിന്യൂസ് ലേണിംഗ്, ഇന്നോവേഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ്. ഇതും ഈ പേര് പോലെ തന്നെ. എന്താണ് ഇതിൽ എക്സലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആസ്പെക്റ്റിൽ നമ്മുടെ എക്സലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് കോ എപ്പോഴും ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ പ്രസന്റ് പ്രോസസ് ഓർ പ്രസന്റ് വേ ഷുഡ് ഓൾവേസ് ബി ചലഞ്ച്. ഇറ്റ് ഷുഡ് ബി ചലഞ്ച്ഡ്. എന്തിനു വേണ്ടിയിട്ട്? for effecting change through learning, innovation and improvement. So always the company should be trying to learn, innovate and improve the existing process or existing way of doing things. അപ്പോൾ അതാണ് നോക്കുന്നത്. ചെയ്യുന്ന എല്ലാ കാര്യത്തിലും. അത് പ്രോസസ്സിൽ മാത്രമല്ല, ഈവൻ നമ്മുടെ പ്രൊഡക്ട്സ് വരെ ആവാൻ വേണമെങ്കിൽ ഇപ്പോഴത്തെ പ്രൊഡക്ട്സ് ഓക്കെ അതിനെ ചലഞ്ച് ചെയ്യുക, ഇനി ഇതെങ്ങനെ ബെറ്റർ ആക്കാം. അത് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് company can transform change. When the market is changing, the company should also change. അതിനു വേണ്ടിയിട്ട് ആണ്. So excellence is challenging the status quo and effecting change. എങ്ങനെ? Through learning, innovation and improvement. അപ്പോൾ എന്താണ് how it is done? Improvement opportunities are identified and acted upon. Improvement opportunities identify ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ നേരത്തെ ടൈമിന്റെ കാര്യം പറഞ്ഞ പോലെ ഓക്കെ പുതിയ സ്റ്റുഡൻറ് ഒരു മാർക്കറ്റിൽ ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട്, പുതിയ കോഴ്സസ് വരുന്നുണ്ട്. സോ നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യണം, അതിനുവേണ്ടി അതിന്റെ ക്ലാസ്സസ് ഒക്കെ തുടങ്ങുക. ഫോക്കസ് ഓൺ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആൻഡ് പ്രൊമോട്ട് ഇന്നോവേഷൻ. ഓക്കെ, ശരി. സോ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ്? ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ്? ഇന്നോവേഷൻ ഇൻ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. നമ്മുടെ പ്രൊഡക്ട്സ് സർവീസസ് ഒക്കെ ഇന്നോവേറ്റ് ചെയ്ത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, പുതിയ പ്രൊഡക്ട്സ് ഒക്കെ വരും. ഓർഗനൈസേഷൻ ബിക്കംസ് അജൈൽ. ഇത് ഇപ്പോൾ വളരെ ഇപ്പോഴത്തെ മോഡേൺ ബിസിനസ് എൻവയോൺമെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേമാണ് അജൈൽ. ഓർഗനൈസേഷൻ അജൈൽ ആയിരിക്കണം. അജൈൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു മൂവ് ക്വിക്ലി ആൻഡ് ഈസിലി. ഫ്ലെക്സിബിൾ എന്നൊക്കെ പറയുന്ന പോലെ പെട്ടെന്ന് നമുക്ക് ചേഞ്ചസിലോട്ടൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓർഗനൈസേഷൻ ആവണം. അതാണ് എക്സലൻസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഭയങ്കര റിജിഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആവരുത്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് അജൈൽ. ഓക്കെ, ആൻഡ് അനദർ ബെനിഫിറ്റ് ഇസ് ഇംപ്രൂവ്ഡ് വാല്യൂ ജനറേഷൻ ടു ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനൊക്കെ വേണമെങ്കിൽ പറയാം. ഇംപ്രൂവ്ഡ് വാല്യൂ ജനറേഷൻ. നമ്മുടെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, ഓൾ അവർ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് വിൽ ക്രിയേറ്റ് മോർ വാല്യൂ. സോ ഇതൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ്. ഓക്കെ, സോ ഇതിന്റെ ഹെഡിങ് എന്തായിരുന്നു? കണ്ടിന്യൂസ് ലേണിംഗ്, ഇന്നോവേഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ്. അപ്പോ ഫസ്റ്റത്തെ എന്തായിരുന്നടാ? മറന്നുപോയി.
കസ്റ്റമർ ഫോക്കസിന് മുമ്പ് എന്തായിരുന്നു? റിസൾട്ട്സ് ഓറിയന്റേഷൻ, കസ്റ്റമർ ഫോക്കസ്. തേർഡ് വൺ ഇസ് മറന്നു. Third one is leadership and constancy of purpose, management by process and facts, leadership and people development and involvement. Sixth one, continuous learning, innovation and improvement. Okay, ഈ heading എന്തായാലും പഠിക്കണം കേട്ടോ, വേറെ വിഷയമൊന്നുമില്ല. Seventh one, partnership development. So പാർട്ട്ണർഷിപ്പ് ഡെവലപ്മെന്റിൽ നമ്മുടെ എക്സലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സലൻസ് ഇസ് ഡെവലപ്പിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് വാല്യൂ ആഡിങ് പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ ഇവിടെ ഫോക്കസ് എന്ന് പറയുന്നത് ദ കമ്പനി ഷുഡ് ഗെറ്റ് ഇൻ ടു പാർട്ട്ണർഷിപ്പ് വിത്ത് other organization, or it can be other customers, or it can be even our competitors. നമ്മൾ വാല്യൂ ആഡിങ് പാർട്ട്ണർഷിപ്പിൽ നമ്മൾ വാല്യൂ ആഡിങ് പാർട്ട്ണർഷിപ്പ് നമ്മൾ ഉണ്ടാക്കണം. എന്തിനു വേണ്ടി? സോ ദാറ്റ് രണ്ടുപേർക്കും കോമൺ ആയിട്ട് വർക്ക് ചെയ്ത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്ത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. സോ അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്താണ്? ഇതിൽ എക്സലൻസ് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് വാല്യൂ ആഡിങ് പാർട്ട്ണർഷിപ്പ്. കമ്പനീസിന് വാല്യൂ അഡീഷൻ കിട്ടുന്ന പാർട്ട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യുക, അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് നമ്മൾ ചെയ്യണത്? വിൽ ഡെവലപ്പ് പാർട്ട്ണർഷിപ്പ് വിത്ത് അതർ ഓർഗനൈസേഷൻസ്, or maybe customers, or maybe society, suppliers, etc. ഫോർ എക്സാമ്പിൾ പാർട്ട്ണർഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പൊ യൂട്യൂബ് ഒക്കെ നോക്കിയാൽ യൂട്യൂബ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു കസ്റ്റമേഴ്സ് തന്നെയാണ് ക്രിയേറ്റേഴ്സ് ആയിട്ടൊക്കെ വരുന്നത്. പാർട്ട്ണർഷിപ്പ് അവരൊരു അങ്ങനത്തെ ഒരു മോഡലല്ലേ വർക്ക് ചെയ്യണത്. റവന്യൂ ഉണ്ടാക്കും, കസ്റ്റമേഴ്സിനൊക്കെ തന്നെയാണ് ഷെയർ ചെയ്ത് പോകുന്നത്. ബിക്കോസ് കസ്റ്റമേഴ്സ് തന്നെയാണ് ക്രിയേറ്റേഴ്സ്. Okay, so develop partnership with other organization, customers, society, suppliers, etc. Identify mutual benefits. എങ്ങനെ രണ്ടുപേർക്കും മ്യൂച്വൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും നോക്കുക. ഡെവലപ്പ് പ്ലാൻസ് ഓൺ ദ ബേസിസ് ഓഫ് ഷെയർഡ് നോളജ്. ഇഫ് വി ആർ മെയിൻറ്റെയിനിങ് എ പാർട്ട്ണർഷിപ്പ് വിത്ത് ഡെവലപ്പിംഗ് എ പാർട്ട്ണർഷിപ്പ് വിത്ത് സപ്ലയേഴ്സ്, ഇതൊക്കെ നമ്മൾ പലതിലും പഠിക്കുന്നുണ്ട്. നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ പഠിച്ചു, സപ്ലയർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. അപ്പൊ if you are having a partnership with the supplier, രണ്ടുപേർക്കും കൂടെ കോമൺ ആയിട്ട് വർക്ക് ചെയ്ത് പ്രൊഡക്ട്സ് പ്രോസസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എന്താണ് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ്? ഷെയർഡ് റിസ്ക് ആൻഡ് കോസ്റ്റ്, ബിക്കോസ് നമുക്ക് പാർട്ട്ണറായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഷെയർഡ് റിസ്ക് ആൻഡ് കോസ്റ്റ്. ഇംപ്രൂവ്ഡ് ചാൻസ് ഓഫ് സർവൈവൽ, ബിക്കോസ് ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യണത്. സോ ഇംപ്രൂവ്ഡ് ചാൻസ് ഓഫ് സർവൈവൽ. ഇൻക്രീസ് വാല്യൂ ഫോർ ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമ്മുടെ പ്രൊഡക്ട്സ് പ്രോസസ് ഒക്കെ ഇറ്റ് വിൽ ക്രിയേറ്റ് മോർ വാല്യൂ ആൻഡ് ഇംപ്രൂവ് കോമ്പറ്റീറ്റീവ്നെസ്. ഓർഗനൈസേഷന്റെ കോമ്പറ്റീറ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യും. ഇത് നമുക്ക് പല സ്ഥലത്തും എഴുതാൻ പറ്റുന്ന സാധനമാണ്. ഈ കണ്ടിന്യൂസ് ലേണിംഗിൽ എഴുതാൻ പറ്റും ഇംപ്രൂവ് കോമ്പറ്റീറ്റീവ്നെസ്. ഇത് എഴുതിയില്ലെന്നേ ഉള്ളൂ, ബിക്കോസ് അത് ഇവിടെ അത് ചേരും. കണ്ടിന്യൂസ് ലേണിംഗ്, ഇന്നോവേഷൻ, ഇംപ്രൂവ്മെന്റ്. അത് കാരണം കൊണ്ട് എന്താണ്? ഇംപ്രൂവ് കോമ്പറ്റീറ്റീവ്നെസ്. അപ്പൊ അതൊക്കെ കോമൺ ആയിട്ട് പല സ്ഥലത്തും എഴുതാൻ പറ്റും. And the last one, corporate social responsibility. So ഇതിൽ എക്സലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സലൻസ് ഇൻ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ മിനിമം റെഗുലേറ്ററി റിക്വയർമെന്റ് ഒക്കെ മീറ്റ് ചെയ്തിട്ട് അതിനേലും മുകളിലേക്ക് വാല്യൂ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ സൊസൈറ്റിക്ക്, അത് അച്ചീവ് ചെയ്യലാണ് എക്സലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മിനിമം റെഗുലേറ്ററി റിക്വയർമെന്റ് ഷുഡ് എനിവേ ബി മെറ്റ്. അതിന്റെ മുകളിലേക്ക് നമുക്ക് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതാണ്. So excellence is exceeding minimum regulatory framework and respond to the expectation of the society. How can we respond to the expectation of the society? അതാണ് ഇവിടെ എക്സലൻസ് എന്ന് പറഞ്ഞാൽ. സോ എന്ത് ചെയ്യാൻ പറ്റും, how it is done. So ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്? മീറ്റ് ഓൾ ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ദാറ്റ് ഇസ് ദ ബേസ്. ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ടാവും, ഇന്ന സാധനങ്ങൾ ചെയ്യണം. ഓക്കെ, വേസ്റ്റ് ഇങ്ങനെ മാനേജ് ചെയ്യണം. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഉണ്ടാവും. ദാറ്റ് ഷുഡ് ബി മെറ്റ്. അത് കഴിഞ്ഞിട്ട് ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഇൻ ദ സൊസൈറ്റി. അതിന്റെ മുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ഷുഡ് ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ദ സൊസൈറ്റി. അവരുടെ പ്രോബ്ലംസിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുകയും ചെയ്യുക. പ്രൊമോട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി. ഓൾസോ അഡോപ്റ്റ് എത്തിക്കൽ അപ്രോച്ച്. ദ ഓർഗനൈസേഷൻ ഷുഡ് ഓൾവേസ് ഡു എത്തിക്കൽ പ്രാക്ടീസസ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്?
സോ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ബ്രാൻഡ് വാല്യൂ കൂടും, ഇൻക്രീസ് ബ്രാൻഡ് വാല്യൂ ഓഫ് ദ കമ്പനി, മോട്ടിവേറ്റഡ് എംപ്ലോയീസ് ആയിരിക്കും, healthier and safer workplace, and greater access to finance, because ഒരു socially responsible ആയിട്ടുള്ള ഓർഗനൈസേഷന് ഫണ്ട് ചെയ്യാനായിരിക്കും ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം. സോ നമ്മളൊരു റെസ്പോൺസിബിൾ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസിയർ ഫോർ അസ് ടു ഗെറ്റ് ഫിനാൻസ്, ഗെറ്റ് ഫണ്ടിങ്. സോ ഇതൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്. ഓക്കെ, സോ നമ്മൾ 8 എണ്ണം പഠിച്ചു. എന്തൊക്കെയായിരുന്നടാ? ഫസ്റ്റ് റിസൾട്ട്സ് ഓറിയന്റേഷൻ, സെക്കൻഡ് ഓർഡറിൽ ഓർക്കണല്ലോ കസ്റ്റമർ ഫോക്കസ്, തേർഡ് വൺ ലീഡർഷിപ്പ് അല്ലേ? തേർഡ് എന്തായിരുന്നടാ? ലീഡർഷിപ്പ് ആൻഡ് കോൺസ്റ്റൻസി ഓഫ് പേർപ്പസ്. ഫോർത്ത് വൺ മാനേജ്മെന്റ് ബൈ process and facts. ഫിഫ്ത്ത് വൺ എന്തായിരുന്നു? വിട്ടുപോയി. So fifth one is people development, employee development, people development and involvement. Last, eighth one corporate responsibility. Seventh one partnership development. And sixth one continuous learning, innovation and improvement. ഓക്കെ, ഇതൊക്കെ എഴുതി പഠിച്ചോളണം കേട്ടോ, ബിക്കോസ് കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. ഞാൻ തന്നെ ഇത് ഓരോ പ്രാവശ്യം ഇടക്കിടക്ക് നോക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ മറന്നു പോകും. ഓക്കെ, അപ്പൊ ഇതാണ് EFQM-ന്റെ ബേസ് എന്ന് പറഞ്ഞത്. ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ഓഫ് EFQM. There are 8 fundamental concepts of EFQM. ഇതാണ് അതിന്റെ ബേസ്. ശരി, ഇനി EFQM മോഡലിലുള്ള സെക്കൻഡ് കോമ്പണന്റിന് പറയുന്ന പേരാണ് ക്രൈറ്റീരിയ. സോ ദ ഫസ്റ്റ് കോമ്പണന്റ് ഓഫ് EFQM മോഡൽ ഇസ് ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ്. അതിലാണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ നോക്കുന്നത് എക്സലൻസ്. എക്സലൻസ് എന്താണെന്നൊക്കെ ഡിഫൈൻ ചെയ്തേക്കുന്നത് അവിടെയാണ്. ഇനി സെക്കൻഡ് കോമ്പണന്റ് ഓഫ് EFQM ഇസ് ക്രൈറ്റീരിയ എന്ന് പറയും. ഓക്കെ, സോ എന്താ ഈ ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഓർഗനൈസേഷനെ അസസ് ചെയ്യാൻ പോവാണ്. ഓർഗനൈസേഷനെ അസസ് ചെയ്യുമ്പോൾ 9 ക്രൈറ്റീരിയയിലായിട്ടാണ് നമ്മൾ അസസ് ചെയ്യാൻ പോണത്. ഓക്കെ, EFQM മോഡൽ അസസ് ആൻ ഓർഗനൈസേഷൻസ് പെർഫോമൻസ്. ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പോവല്ലേ. സോ ഇംപ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് മെഷർ ചെയ്യണം. വി ഷുഡ് അസസ് ദ പെർഫോമൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. സോ ഹൗ വി വിൽ അസസ് ദ പെർഫോമൻസ്? The performance is assessed under 9 criteria. The criteria are divided into 2. The first 5 criteria are known as enablers and the next 4 criteria are known as results. So enablers endana, results endana. Enablers nu parayana criteria nokkunathu, it covers what an organization does. Ipo endha cheyyunnathu, organization endakya cheyyunnathu adana enablers-ന്റെ താഴെ അസസ് ചെയ്യണത്. ഇനി റിസൾട്ട്സ് എന്ന് പറഞ്ഞ 4 ക്രൈറ്റീരിയ ഉണ്ട്. അവിടെ വാട്ട് ആൻ ഓർഗനൈസേഷൻ അച്ചീവ്സ്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനേബിളേഴ്സ് കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ എനേബിളേഴ്സ് എന്ന് പറഞ്ഞ സംഭവം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് റിസൾട്ട്സ്. ഓക്കെ, സോ റിസൾട്ട്സ് ആർ കോസ്ഡ് ബൈ എനേബിളേഴ്സ് ആൻഡ് ഇതൊരു സർക്കിൾ പോലെയാണ്. സോ റിസൾട്ട്സ് ആർ കോസ്ഡ് ബൈ എനേബിളേഴ്സ് ആൻഡ് on the basis of the results and feedback from the results we will improve the enablers. അല്ലെ, enablers എന്താ വരുന്നത്? ഓർഗനൈസേഷൻ ഇപ്പൊ ചെയ്യുന്നത് എന്താണ്, ആ ചെയ്യുന്നത് കൊണ്ടുള്ള റിസൾട്ട്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ആ റിസൾട്ട്സിന്റെ ഫീഡ്ബാക്ക് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ചെയ്യണം നമ്മുടെ ഇപ്പോഴത്തെ എനേബിളേഴ്സിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അടുത്ത തവണ ചെയ്യുമ്പോൾ ദിസ് ക്യാൻ ബി ഇംപ്രൂവ്ഡ്. സോ വാട്ട് വിൽ ഹാപ്പൻ? നമ്മുടെ റിസൾട്ട്സ് ഇംപ്രൂവ് ചെയ്യും. അങ്ങനെ ഇതൊരു ലൂപ്പാണ്. ക്ലിയർ? ശരി, അപ്പൊ എന്തൊക്കെയാണ് എനേബിളേഴ്സിൽ വരുന്നത്, എന്തൊക്കെയാണ് റിസൾട്ട്സ്? സോ നോക്കിയേ, ഇതിലില്ലടാ, ബേസിക്കലി ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞേക്കട്ടെ. ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകണ്ട. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഒട്ടും ഇല്ല ടെക്സ്റ്റിൽ. അതിന്റെ ഡീറ്റെയിൽസ് അത്ര ആവശ്യമൊന്നുമില്ല. ഓരോന്ന് എന്താണ്, എങ്ങനെ മെഷർ ചെയ്യും, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ എനേബിളേഴ്സ് എന്താണ്, റിസൾട്ട്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാം, ഇതിന്റെ പേരൊക്കെ. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ഞാൻ സംഭവം എന്ന് പറഞ്ഞുതരാം. ഇതില്ലേ,
ഇത് EFQM യൂസ് ചെയ്യണ അവരുടെ ഒരു ഫ്രെയിം വർക്കാണ്. ഈ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷന്റെ പെർഫോമൻസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ്. അപ്പോ ഇതിൽ ഇവർ എങ്ങനെ ഇത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കും. ഇപ്പൊ ലീഡർഷിപ്പ് ഇത് നിങ്ങൾ എഴുതിയൊന്നും കൊടുക്കണ്ട, ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ സംഭവം കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോ ഈ ഫ്രെയിം വർക്കിലാണ് ഇവര് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പൊ ലീഡർഷിപ്പിന്റെ താഴെ ഇവിടെ എഴുതും. ഓക്കെ, ലീഡർഷിപ്പിന്റെ താഴെ എന്താണ്, ഹൗ ലീഡേഴ്സ് ഫെസിലിറ്റേറ്റ് അച്ചീവ്മെന്റ് ഓഫ് മിഷൻ ആൻഡ് വിഷൻ. അപ്പൊ ലീഡർഷിപ്പിൽ ഇപ്പൊ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതേപോലെ പീപ്പിൾ ഡെവലപ്മെന്റിന് വേണ്ടി എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്, എന്തൊക്കെ പുതിയ സ്ട്രാറ്റജീസ് ആണ് ഇവര് പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്. അതേപോലെ പാർട്ട്ണർഷിപ്പ്, പുതിയ ഏതൊക്കെ നമ്മൾ പാർട്ട്ണർഷിപ്പിന്റെ കാര്യം പഠിച്ചില്ലേ, ഡെവലപ്മെന്റ് മെയിൻറ്റെയിൻ പാർട്ട്ണർഷിപ്പ് വിത്ത് ഓർഗനൈസേഷൻ കസ്റ്റമേഴ്സ്, അങ്ങനെ എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ചെയ്യുന്നത് ഇവിടെ വരും. അതിനാണ് വാട്ട് ആൻ ഓർഗനൈസേഷൻ ഡസ് ഇറ്റ് വിൽ ബി നോട്ടഡ് അണ്ടർ ദി എനേബിളേഴ്സ്. ഈ ചെയ്യുന്ന സംഭവങ്ങൾ കൊണ്ട് എന്തൊക്കെ റിസൾട്ട്സ് ആണ് ഉണ്ടാവുന്നത്, ദോസ് റിസൾട്ട്സ് വിൽ ബി മെഷേർഡ് ആൻഡ് ഇറ്റ് വിൽ ബി നോട്ടഡ് അണ്ടർ ദി റിസൾട്ട്സ് ക്രൈറ്റീരിയ. പീപ്പിൾ റിസൾട്ട്സ്, അതായത് എംപ്ലോയീസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട്സ്, കസ്റ്റമറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട്സ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്താണ്, അങ്ങനെ ഉള്ള റിസൾട്ട്സ്, സൊസൈറ്റീനെ റിലേറ്റ് ചെയ്ത റിസൾട്ട്സ്, അതേപോലെ കീ റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള റിസൾട്ട്സ്, മാർക്കറ്റ് ഷെയർ, അങ്ങനത്തെ റിസൾട്ട്സ് ഒക്കെ ഇവിടെ എഴുതും. സോ ഈ ഒരു ഫ്രെയിം വർക്കിലാണ് ഈ EFQM മോഡൽ അവര് അപ്ലൈ ചെയ്യണത് ഒരു ഓർഗനൈസേഷന്. അപ്പൊ അതിനാണ് ഈ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകണ്ട. വാട്ട് ആർ ദി എനേബിളേഴ്സ് കമ്മിങ് അണ്ടർ, വാട്ട് ആർ ദി 5 criterias coming under enablers and what are the 4 criterias coming under results, അത് വെച്ചാൽ മതി. അല്ലാണ്ട് ഇതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും നമുക്ക് പോകണ്ട, ബിക്കോസ് അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അത്രയൊന്നും ഇല്ല നമുക്ക്. ഇതിന്റെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. ഇതിൽ ഓരോന്നിലും എന്ത് മെഷർ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ നോക്കണം. ഇപ്പൊ നമുക്ക് ആകെ ടെക്സ്റ്റിലൊന്നും ഇല്ല, അത്രയും ഡീറ്റെയിൽസിൽ നമുക്ക് പോകണ്ട. ഓക്കെ, അപ്പൊ നോക്കിക്കോ ഏതൊക്കെയാണ് എനേബിളേഴ്സ്, ഏതൊക്കെയാണ് റിസൾട്ട്സ് നമുക്ക് നോക്കാം. അപ്പൊ എനേബിളേഴ്സിന്റെ താഴെ നമ്മൾ ഏതൊക്കെ ക്രൈറ്റീരിയ ആണ് വരുന്നത്, ലീഡർഷിപ്പ്, പീപ്പിൾ, സ്ട്രാറ്റജി, ഇത് എഴുതിയെടുത്തോ. എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പം ജസ്റ്റ് ഇത് ഒന്നും കൂടെ ഒന്ന് പറയട്ടെ. എന്താ ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, EFQM മോഡൽ അസസ് ദി പെർഫോമൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ അണ്ടർ 9 ക്രൈറ്റീരിയ. 9 ക്രൈറ്റീരിയയിലായിട്ടാണ് ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് അസസ് ചെയ്യണത് EFQM മോഡലിൽ. ഓക്കെ, അപ്പൊ അതിനെയാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി ക്രൈറ്റീരിയ ഇസ് ഡിവൈഡഡ് ഇൻടു 2, enablers and results. enablers എന്ന് പറഞ്ഞാൽ എന്താണ്? enablers covers those criterias which focus on what an organization does. ഒരു ഓർഗനൈസേഷൻ എന്താണ് ചെയ്യുന്നത്, അതാണ് enablers criteria കവർ ചെയ്യുന്നത്. and the results criteria covers what an organization achieves. അപ്പോ ഇവിടെ നോക്കിയേ, enablers നോക്കിയേ, ലീഡർഷിപ്പ്, പീപ്പിൾ, സ്ട്രാറ്റജി, പാർട്ട്ണർഷിപ്പ്, പ്രോസസ്, പ്രൊഡക്ട്സ് ആൻഡ് സർവീസ്. സോ ഇവിടെയൊക്കെ നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്, അതാണ് ആ
ക്രൈറ്റീരിയ താരെ വന്നത്. ലീഡർഷിപ്പ് ആംഗിളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, കുറച്ച് എക്സാമ്പിൾസ് ഞാൻ എഴുതിയിട്ടുണ്ട്, വേണമെങ്കിൽ നോക്കിയോ. ലീഡർഷിപ്പിൽ ഹൗ ലീഡേഴ്സ് ഫെസിലിറ്റേറ്റ് അച്ചീവ്മെന്റ് ഓഫ് മിഷൻ ആൻഡ് വിഷൻ. നമ്മളെ വിഷനൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ലീഡേഴ്സ് എന്താ ചെയ്യുന്നത്. അതിലെ പീപ്പിൾ, ഹൗ ദി ഓർഗനൈസേഷൻ ഇസ് മാനേജ്ഡ് പീപ്പിൾ, ഹൗ ദേ ആർ ഡെവലപ്ഡ്, വാട്ട് ആർ ദ റിവാർഡ്സ് ഗിവൺ ടു പീപ്പിൾ. അങ്ങനെ പീപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ സ്ട്രാറ്റജി, ഹൗ മിഷൻ ആൻഡ് വിഷൻ ഇസ് അച്ചീവ്ഡ് വയ സ്ട്രാറ്റജീസ്. എങ്ങനെയാണ് ഓർഗനൈസേഷൻ പുതിയ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യണത്, ഹൗ ആർ ദേ കമ്മ്യൂണിക്കേറ്റഡ് ടു ദ എംപ്ലോയീസ്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാട്ട് ആൻ ഓർഗനൈസേഷൻ ഡസ് അണ്ടർ ഈച്ച് ക്രൈറ്റീരിയ. ഈ ഓരോ ക്രൈറ്റീരിയയിലും ഓർഗനൈസേഷൻ എന്താണ് ചെയ്യുന്നതെന്നാണ് ഇവിടെ ഈ ഭാഗത്ത് നോട്ട് ചെയ്യണത്. ഓക്കെ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓർഗനൈസേഷന് എന്ത് റിസൾട്ട് കിട്ടും, അതാണ് ഇവിടെ നമ്മൾ നോട്ട് ചെയ്യണത് ഈ 4 ക്രൈറ്റീരിയയിൽ. അപ്പൊ റിസൾട്ടിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പീപ്പിൾ റിസൾട്ട്, കസ്റ്റമർ റിസൾട്ട്, സൊസൈറ്റി റിസൾട്ട് ആൻഡ് കീ റിസൾട്ട്. കീ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ റിസൾട്ട്സ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ 4 റിസൾട്ടാണ് അച്ചീവ് ചെയ്യണത്. ഈ 4 റിസൾട്ട് അച്ചീവ് ചെയ്യണത് 5 കാര്യങ്ങളിലാണ്. 5 ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസ് ഒന്ന് ഓർത്ത് വെച്ചോ. റിസൾട്ട്സ് പിന്നെയും ഈസിയാണ് ഓർക്കാൻ, ബിക്കോസ് എംപ്ലോയി, കസ്റ്റമർ, സൊസൈറ്റി, ബിസിനസ്, ഇത് ഈസിയാണ് ഇത്രയും കൂടെ ഓർക്കാൻ. ഇതൊന്ന് ഓർത്ത് വെച്ചോ. എനേബിളേഴ്സ്, എന്തൊക്കെയാണ് നമ്മൾ എനേബിളേഴ്സ് ആയിട്ടുള്ള ക്രൈറ്റീരിയ. ലീഡർഷിപ്പ്, പീപ്പിൾ, കണ്ട പീപ്പിൾ 2 സ്ഥലത്തും ഉണ്ട്. ഇത് പീപ്പിളിനെ റിലേറ്റ് ചെയ്യുന്ന റിസൾട്ട്സ് ആണ്, ഇത് പീപ്പിളിനെ റിലേറ്റ് ചെയ്ത ആക്ടിവിറ്റീസ് ആണ്. പീപ്പിൾ. സ്ട്രാറ്റജി, പാർട്ട്ണർഷിപ്പ് ആൻഡ് റിസോഴ്സസ്, process, products and services. So these are the 5 enablers and അതിന്റെ results 4. Okay, അപ്പോ അത്ര മതി സെക്കൻഡ് കോമ്പണന്റ്. ആൻഡ് തേർഡ് കോമ്പണന്റ് EFQM വരുന്ന മൂന്നാമത്തെ കോമ്പണന്റ്. സോ ദ ഫസ്റ്റ് കോമ്പണന്റ് is fundamental concepts of EFQM, second component is 9 criteria of EFQM, and the third component is radar. റഡാർ എന്ന് പറഞ്ഞ ടൂളാണ്. റഡാർ ടൂൾ എന്ന് എഴുതിക്കോ. സോ EFQM ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു ടൂളാണ് റഡാർ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഇസ് എ ടൂൾ ഡെവലപ്ഡ് ബൈ EFQM. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഹെൽപ്പ് ആൻ ഓർഗനൈസേഷൻ ടു ബെറ്റർ മാനേജ് ഇറ്റ്സ് വേ ഓഫ് വർക്കിംഗ്. ഇവിടം വരെ എഴുതേ, മറ്റേത് ഞാൻ പറഞ്ഞിട്ട് എഴുതാം. ഇതുവരെ എഴുതും. ഇതാ It is a tool developed by EFQM to better manage its way of working. ആ ഓർഗനൈസേഷന്റെ വേ ഓഫ് വർക്കിംഗ് ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്. ഓക്കെ, എന്താ ഈ റഡാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവരുടെ ഒരു ഈ ടൂളിൽ ഇവർ ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഇതിന്റെയൊക്കെ ഫസ്റ്റ് ലെറ്റേഴ്സ് ആണ് ഈ റഡാർ എന്ന് പറഞ്ഞാൽ. ഈ ടൂൾ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് they will identify the results an organization need to achieve. എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് അത് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യും. ഇനി ആ റിസൾട്ട് അച്ചീവ് ചെയ്യണമെങ്കിൽ വാട്ട് ഷുഡ് വി ഡു, വാട്ട് അപ്രോച്ചസ് ഇസ് റിക്വയർഡ്, എന്ത് ഓർഗനൈസേഷൻ ചെയ്യണം അത് കണ്ടുപിടിക്കും. ഓക്കെ, ആ അപ്രോച്ചസ് ഇവർ ഡെവലപ്പ് ചെയ്യും. they will plan and develop the approaches. ഫോർ എക്സാമ്പിൾ, an ഓർഗനൈസേഷന് എനിക്ക് മാർക്കറ്റ് ഷെയർ കൂട്ടണം, അതാണ് എനിക്ക് റിസൾട്ട് ആയിട്ട് വേണ്ടത്. ഓക്കെ, കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂട്ടണം. സോ അതിന് എന്ത് അപ്രോച്ച് എടുക്കണം, വാട്ട് ഷുഡ് വി ഡു, അതാണ് അപ്രോച്ചിൽ വേണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഡിപ്ലോയ് ദി അപ്രോച്ചസ്. സോ നമ്മളിവിടെ ഡെവലപ്പ് ചെയ്ത അപ്രോച്ച് നമ്മൾ ഡിപ്ലോയ് ചെയ്യും. ഇറ്റ് ഷുഡ് ബി പുട്ട് ഇൻ ടു പ്രാക്ടീസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു അപ്രോച്ച് ഡിപ്ലോയ് ചെയ്തല്ലോ, we will assess and refine the approaches. നമ്മൾ ആ അപ്രോച്ചിന്റെ അസസ് ചെയ്യും. we will measure the result of the approach and we will refine the approach. Again it will continue. ഓക്കെ, ഇതും ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. സോ ഇതാണ് ഇതിന്റെയൊക്കെ ഫസ്റ്റ് ലെറ്റർ ആണ് ഈ റഡാർ ഫ്രെയിംവർക്ക്. റഡാർ എന്ന് പറയുന്നത് റിസൾട്ട്സ്, അപ്രോച്ചസ്, ഡിപ്ലോയ്, അസസ്, റിഫൈൻ. ഓക്കെ, സോ ഫസ്റ്റ് തുടങ്ങുന്നത് റിസൾട്ട്സ് എന്നാണ്. വാട്ട് ആർ ദ റിസൾട്ട്സ് an organization need to achieve, plan the approaches, deploy the approaches, assess and refine the approaches. Again നമ്മൾ അടുത്ത റിസൾട്ടിന് വേണ്ടി നോക്കും. This will continue. സോ ഇങ്ങനെ ചെയ്യുന്ന ഒരു ടൂളിനാണ് റഡാർ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ടൂൾ ഡെവലപ്ഡ് ബൈ EFQM. എന്തിനു വേണ്ടിയിട്ട്? ടു ബെറ്റർ മാനേജ് ഇറ്റ്സ് വേ ഓഫ് വർക്കിംഗ്. സോ ഇതിലും ബാക്കി മൂന്നെണ്ണം ഈ സെയിം തന്നെ എഴുതിയേക്കുന്നത്, അതുകൊണ്ടാണ് ഇപ്പൊ എഴുതണമെന്നില്ലെന്ന് പറഞ്ഞത്. ഇവിടെ ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദ റിസൾട്ട്സ്. ഈ ഫസ്റ്റ് പോയിന്റ്,
Second one, it helps to plan approaches. നമ്മുടെ second point. It helps to deploy the approaches. Third point. വേണമെങ്കിൽ നാലാമത്തെ എഴുതാം. It helps to assess and refine the approaches. So അത് വീണ്ടും എഴുതണമെന്നില്ല. So ഇതാണ് ഈ FQM മോഡൽ എന്ന് പറഞ്ഞാൽ.